ബാധിച്ചാണ് രണ്ടാം വട്ടം കല്യാശ്ശേരിയുടെ മണ്ണിൽ എം വിജിൻ മത്സരത്തിന് ഇറങ്ങുന്നത്. പോരാളികളുടെ മണ്ണാണ് കല്യാശ്ശേരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം. കണ്ണൂർ വിഷൻ പടയൊരുക്കത്തിനൊപ്പം കല്യാശ്ശേരിയുടെ ജനകീയനായ MLA, സിറ്റിംഗ് MLA കൂടിയായ എം വിജിൻ ചേരുകയാണ്. പ്രചരണ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുകയാണ് എം വിജിൻ. വിജിൻ, കല്യാശ്ശേരി എന്ന് പറയുന്നത് CPM-ന്റെ ഒരു ഉരുക്കുകോട്ട എന്നതിനപ്പുറം മറ്റൊരു വിശേഷണവും ചേരാത്ത മണ്ഡലമാണ്. പ്രചരണ പ്രവർത്തന രംഗത്ത് ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മണ്ഡലത്തിൽ സജീവം, പ്രഖ്യാപിച്ചതിന് ശേഷം ആളുകളെ, വോട്ടർമാരെ ഒക്കെ നേരിട്ട് കണ്ടു. അവരുടെയൊക്കെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ്, എന്താണ് കല്യാശ്ശേരിയിൽ സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായും കല്യാശ്ശേരി രൂപീകരിച്ചത് മുതൽ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച മണ്ഡലമാണ്. കല്യാശ്ശേരിയിലെ ജനത എന്നും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ ഭേദമന്യേ വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രചരണത്തിന് ഇറങ്ങി ഓരോ ദിവസവും കഴിയും തോറും എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം കല്യാശ്ശേരിയുടെ MLA എന്ന രീതിയിൽ അവരോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇപ്പം നടത്തുന്നത് അതേപോലെ തന്നെയായിരുന്നു ഞാൻ കല്യാശ്ശേരിയിൽ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിരുന്നു. കല്യാശ്ശേരി ജനതയുടെ സുഖത്തിലും ദുഃഖത്തിലും അവരോടൊപ്പം ഉണ്ടായിരുന്നു. നാടിൻ്റെ വികസന പ്രവർത്തനം നടത്താനുണ്ടായിരുന്നു. തീർച്ചയായും ആ 5 വർഷത്തെ അവരോടുള്ള സ്നേഹവും ഇടപെടലും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടഭ്യർത്ഥിച്ച് പോകുമ്പോൾ കല്യാശ്ശേരിയിലെ ജനത രാഷ്ട്രീയ ഭേദമന്യേ എനിക്ക് തിരിച്ചു നൽകുന്നു. ആ ഒരു വലിയ ആവേശത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും മുന്നോട്ട് പോകുന്നത്. വലിയ പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുകയാണ്. ഇപ്പോൾ 2 ഘട്ടം പൂർണ്ണമായും കല്യാശ്ശേരി മണ്ഡലത്തിലെ പ്രചരണം പൂർത്തീകരിച്ചു. ഇന്നിപ്പോൾ 3-ാം ഘട്ട പര്യടനത്തിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ 4-ാം തീയതി വരെ 3-ാം ഘട്ട പര്യടനം അവസാനിക്കും. ഏതായാലും ആ ഒരു MLA എന്ന രീതിയിൽ ഈ നാട് നൽകിയ സ്നേഹം, ആ നാടിനോട് വികസനം നടത്താൻ ഞാൻ നടത്തിയ ഇടപെടൽ, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അത് വോട്ടായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ പിന്തുണയാണ് നൽകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ, നമ്മൾക്ക് ഇവിടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ഇന്ന് LDF പ്രധാനമായും ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, മണ്ഡലത്തിൽ MLA-മാർ നടത്തിയ വികസന നേട്ടങ്ങൾ, അതൊക്കെ ജനങ്ങൾ ഏത് രീതിയിലാണ് സ്വീകരിച്ചിട്ടുള്ളത്? അല്ല, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ ഭേദമന്യേ അതിൽ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. വികസനം തന്നെയാണ് പ്രധാനമായും ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്താൽ, ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്താൽ ആ ഗവൺമെൻറ്റും ആ ജനപ്രതിനിധിയും ഏത് നിലയിലാണ് നാടിൻ്റെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചർച്ചയും ഒരു ആവശ്യവുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനം നടന്ന മണ്ഡലമാണ് കല്യാശ്ശേരി. അങ്ങേ തലയിൽ, കാരണം 1400 കോടിയുടെ വികസനങ്ങൾ ഈ ഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അത് ജനങ്ങൾ ആവശ്യപ്പെട്ട നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ, ആ വികസന പദ്ധതികളെല്ലാം കല്യാശ്ശേരി നടത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ്. അപ്പോൾ ഇതുവരെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ അത് സമ്പൂർണ്ണ കുടിവെള്ള മണ്ഡലമായി, എല്ലാ വീട്ടിലും കുടിവെള്ളം കൊടുക്കാൻ പറ്റി. അത് ഒരുപക്ഷെ MLA എന്ന രീതിയിൽ ഞാൻ ഒരുപാട് വികസനം നടത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികസനമായിട്ട് ഞാൻ പറയാം. കാരണം വായു, പ്രാണവായുവും കുടിവെള്ളവും എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം റോഡുകൾ എല്ലാം BMBC നിലവാരത്തിലേക്ക് BW റോഡുകൾ മാറി, മികച്ച റോഡുകൾ വന്നു, പാലങ്ങൾ വന്നു, ഗ്രൗണ്ടുകൾ വന്നു. അങ്ങനെ ഓരോ മേഖലയിലും ഇടപെടാൻ സാധിച്ചു എന്നത് വളരെ അഭിമാനകരമാണ്. പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കല്യാശ്ശേരിയിൽ പ്രത്യേകിച്ച് 10 വർഷക്കാലം സമാനതകളില്ലാത്ത വികസനം നടന്ന മണ്ഡലമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആ വികസനത്തിന് തന്നെയാണ് വോട്ട് നൽകുന്നത്. അതോടൊപ്പം അവരോടൊപ്പം ഒരു ജനപ്രതി എന്ന രീതിയിൽ നടത്തിയ പ്രവർത്തനം, അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് നടത്തിയ ഇടപെടലുകൾ, അസുഖബാധിതരായ ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം എത്തിക്കുന്നതിൽ നടത്തിയ ഇടപെടലുകൾ, അതെല്ലാം വലിയ സന്തോഷവും പിന്തുണ ഈ ഘട്ടത്തിൽ. പലരോടും വോട്ട് ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലെ കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു, അവർക്ക് വലിയൊരു തുക സഹായം കിട്ടി, വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെ രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടായിരുന്നു നിങ്ങളുമായിട്ട്, പക്ഷേ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശവും സന്തോഷവും. അപ്പോൾ അത് കല്യാശ്ശേരിയിലെ ജനങ്ങൾ നൽകുന്നുണ്ട്. വികസനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അത് രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ അത് തന്നെയാണ് പരിശോധിക്കുന്നത്. എന്ത് ചെയ്തു, എന്തെല്ലാം വികസനം ചെയ്തു എന്ന് തന്നെയാണ് ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ചർച്ച ചെയ്യുന്നത്. ഒരു തുടർഭരണം എന്നുള്ളത് ജനങ്ങളുടെ
മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹമായി മാറുന്ന ഒരു കാര്യം കൂടി പര്യടനത്തിലൊക്കെ കാണുന്നു. അല്ല, തീർച്ചയായും. കാരണം ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നുണ്ട്. ആരാണ് വികസനം? അവരോടൊപ്പം നിൽക്കുക. കാരണം കേരളത്തിലെ 10 വർഷക്കാലം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കീഴിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അവർ ഓരോ ദിവസവും രാവിലെ തൊട്ടറിയാണ് എന്താ വികസനം, എന്തെല്ലാം മാറ്റി നാട്ടിലുണ്ടായി. തീർച്ചയായും വികസനത്തിൽ തന്നെയാണ് വോട്ട്. ആ വികസനം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നവകേരളം എന്ന ആശയം കേരളത്തിൽ നടപ്പിലാക്കി ഒരുപാട് വികസന പ്രവർത്തനം നടത്തിയ ഈ പിണറായി വിജയൻ ഗവൺമെന്റിന് തുടർച്ചയുണ്ടാകണമെന്ന് രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ഇതുപോലെ ആളുകൾ വരുന്നുണ്ട്. തീർച്ചയായും വലിയ നട്ടുച്ചയാണ്. ഇപ്പോ സമയം അല്പം വൈകി, ഇവിടെ എത്തേണ്ട പോയിന്റ് വൈകി. 1:15 സമയം. ഈ നട്ടുച്ചയിലും വെയിലിലും ജനങ്ങൾ വലിയ രീതിയിൽ വരുന്നുണ്ട് എന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ, അവരോട് ഞാൻ കൊടുത്ത സ്നേഹം എനിക്ക് അവർ തിരിച്ചു തരുന്നു എന്നുള്ള വലിയ ആവേശവും ചില ഘട്ടങ്ങളിൽ വൈകാരികവുമാവുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ വലിയ ആവേശത്തിലെ സ്വീകരണങ്ങളൊക്കെ കിട്ടുമ്പോൾ അറിയാതെ അതൊരു വൈകാരികമായി പോകുന്നുണ്ട് എന്നുള്ള അതൊരു വലിയ ആവേശവും വലിയ സ്നേഹവുമാണ്. അത് ഈ സമയത്തും എല്ലാ കേന്ദ്രങ്ങളിലും അത് ലഭിക്കുന്നുണ്ട് എന്നത് നിറഞ്ഞ അഭിമാനമുണ്ട്. 5 വർഷം അവർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ കണ്ടു, അവർ മനസ്സിലാക്കി എന്നത് തീർച്ചയായും വളരെ സന്തോഷമുള്ളതാണ്. ഞാൻ ചിലപ്പോൾ പറയുമ്പോഴും ആ ഒരു ആവേശം കൊണ്ട് വൈകാരികമാണ്. അവർ നൽകുന്ന സ്നേഹം കൊണ്ട് ചില ഘട്ടങ്ങളിൽ അത് ആവേശത്തിൻ്റെ വൈകാരികത പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നു. 5 വർഷം എങ്ങനെയെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? 5 തൃപ്തനാണോ? തീർച്ചയായും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടി, മണ്ഡലത്തിന് വേണ്ടി നടത്താൻ പറ്റി. ജനങ്ങളോടൊപ്പം ഉണ്ടായി. രാവിലെ ഇറങ്ങിയാൽ ഏതാണ്ട് 11 മണി വരെ, രാവിലെ ഒരു 8 മണി ആ ടൈമോടുകൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു 11 മണി വരെ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും പോയിന്റുകളിലും പലരോടും സംസാരിച്ചും അതോടൊപ്പം അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇടപെട്ടും സംതൃപ്തനാണ്. ജനങ്ങൾ നൽകുന്ന സ്വീകരണവും പിന്തുണയും അത് കൂടുതൽ ആത്മസംതൃപ്തി അത് ആണല്ലോ. ഓരോ വർക്കിൻ്റെയും ഒരു വികസനം നടത്തുമ്പോഴും നടത്തുന്ന ആളിലുണ്ടാവേണ്ട ഒരു ആത്മസംതൃപ്തി, ആ ആത്മസംതൃപ്തി കിട്ടുന്നുണ്ട്. ഇനിയും ഒരുപാട് വികസന പ്രവർത്തനം നടത്താനുണ്ട്. ഇതിൻ്റെ തുടർച്ച ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. ആ പിന്തുണയാണ് ഈ നാടും കല്യാശ്ശേരിയിലെ പ്രിയപ്പെട്ട 5 വർഷം നിർണായകമാണ് കല്യാശ്ശേരിക്കും കേരളത്തിൽ. തീർച്ചയായും ആ 5 വർഷക്കാലം കേരളത്തിൽ വികസനം നടക്കണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ഉണ്ടാവും. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ആ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഈ നാട്, ഈ മണ്ഡലം അത് മുന്നേറുക തന്നെ ചെയ്യും. കല്യാശ്ശേരിയും കരുത്തോടെ കുതിക്കുകയത്തില്ല. എന്തായാലും വലിയ ആവേശകരമായ സ്വീകരണമാണ് ഓരോ സ്ഥലങ്ങളിലും എം വിജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നട്ടുച്ച നേരത്തും നിരവധി ആളുകൾ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് എം വിജിനെ സ്വീകരിക്കാൻ എത്തുന്നുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി, വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ടേക്ക് പോവുകയാണ് കല്യാശ്ശേരിയുടെ മണ്ണിൽ നിന്നും എം വിജിൻ. കാരണം നമുക്കറിയാം കല്യാശ്ശേരിയുടെ മണ്ണ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിൻ്റെ മണ്ണാണ്. നിരവധി ഐതിഹാസികമായ സമരങ്ങൾ നടന്ന നാടാണ്. നിരവധി മഹാരഥന്മാർ KPR ഗോപാലിനെയും EK നായനാരെയും പോലുള്ള നേതാക്കളുടെ മണ്ണാണ്. അതൊക്കെയാണ് കല്യാശ്ശേരിയുടെ പ്രത്യേകത. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടുകൂടി വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കല്യാശ്ശേരിയുടെ മണ്ണിൽ നിന്നും ഈ എം വിജിൻ എന്ന LDF സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കുന്നത്. വലിയ ആവേശകരമായ സ്വീകരണം നൽകുന്നതോടൊപ്പം എം വിജിൻ്റെ വിജയം ഉറപ്പാണ് എന്ന് വോട്ടർമാരൊന്നാകെ പറയുന്ന ഒരു സാഹചര്യം. അതായത് LDFനൊപ്പം അടിയുറച്ച് നിന്നുകൊണ്ട് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുൾപ്പെടെ എല്ലാ ആളുകളും നിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രതികരണം എന്ന് പറയുന്നത് കല്യാശ്ശേരിയുടെ ജനകീയ MLA ആണ് എം വിജിൻ. എം വിജിൻ തുടരും. കേരളത്തിൽ 3ാം LDF സർക്കാർ വരും എന്ന ആത്മവിശ്വാസമാണ് ഈ LDFൻ്റെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വന്ന ആളുകളുടെയും പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ എം വിജിൻ കല്യാശ്ശേരി മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു. നിരവധി സ്വീകരണ കേന്ദ്രങ്ങൾ ഇപ്പോഴും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് എം വിജിൻ മുന്നേറുന്നത്. കല്യാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം LDFന് ഒരു സംശയവുമില്ലാത്ത മണ്ഡലമാണ്. നിരവധി ആളുകളുണ്ട്. എന്താണ് എം വിജിൻ വിജയിക്കുമോ എന്ന് ചോദിക്കുന്നത് ഒരു അധിക പ്രസംഗമായി പോവോ? ഇല്ല, 100% നമ്മളെ കല്യാശ്ശേരി മണ്ഡലത്തിൽ വിജിൻ തന്നെ വിജയിക്കുക.
കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, വിജയൻ നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. നല്ല നിലയിലും നല്ലൊരു വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയൻ ഈ വിജയിക്കും. ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂടിക്കൂടി വന്നിട്ടുണ്ട്. 3 തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത്. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഭൂരിപക്ഷം വിജിന്റെ LDFന്റെ ഭൂരിപക്ഷം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തവണ നിങ്ങൾ അത് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുമോ? ഭൂരിപക്ഷം നന്നായി കൂടാനാണ് ചാൻസ് ഉള്ളത്. സമഗ്രമായ മേഖലയിലും വിജിന്റെ കയ്യൊപ്പുണ്ട്. ആ കയ്യൊപ്പ് പതിഞ്ഞ എല്ലാവരും വിജിന് വേണ്ടി വോട്ട് ചെയ്യും. അതുകൊണ്ട് ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ചതാവാൻ സാധ്യതയുണ്ട്. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ വിജിൻ ഒരു ജനകീയ MLA എന്നൊക്കെയാണ് ബോർഡുകളും ഒക്കെ കാണുന്നത്. ജനകീയ MLA ആണോ? ജനകീയനാണ്. എല്ലാ മേഖലയിലും അവരെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ജനകീയനായ ഒരു MLA ആണ്. വികസനത്തിന്റെ കാര്യത്തിൽ വികസനം നമ്മളെ നാട്ടിൽ തന്നെ റോഡിന്റെ കാര്യത്തിലായാലും ആശുപത്രിന്റെ ആയാലും സ്കൂളുകളിലെ ഇടപെടലായാലും മികച്ച രീതിയിൽ വിജിൻ ചെയ്തിട്ടുണ്ട്. നാട്ടുകാരെല്ലാം തൃപ്തരാണ്. നാട്ടുകാരെല്ലാം തൃപ്തരാണ്. ഇതിന്റെ അഭിപ്രായം ഒന്നുമില്ല. ഇതുവരെ ഇതേപോലെ ഒന്നും കേട്ടിട്ടില്ല. എന്താണ് അഭിപ്രായം? ഈ വീടുകളിലൊക്കെ പോകുമ്പോൾ എന്തൊക്കെയാ ആളുകൾ പറയുന്നത്? വീണ്ടും ഒരു LDF സർക്കാർ എന്നുള്ള രീതിയിൽ തന്നെയാണോ? വരണം തന്നെ ഉള്ളതാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും. പിന്നെ നമ്മളെ പെൻഷൻ്റെത്, പിന്നെ ഇപ്പം വീട്ടമ്മമാർക്കുള്ള പെൻഷൻ്റെത്, അതെല്ലാം ജനങ്ങളുടെ ഇടയിൽ നമ്മൾ LDF കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു പിന്നെ ജനകീയമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് നമ്മൾ മുന്നേറണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് വിജിൻ MLA നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ വീട്ടിലേക്കും എല്ലാം പറ്റുന്നൊരു സഖാവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ LDFന് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ജയിക്കും, ഉറപ്പ്. 100% വിജയം കിട്ടും. വിജയൻ എത്ര നല്ല ഒരു MLA ആയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം 5 വർഷമൊക്കെ നല്ല രീതിയിലാണ് എല്ലാവർക്കും. പിണറായി സഖാവ് അങ്ങനെ തന്നെ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം മുന്നോട്ട് നിൽക്കുന്ന ഒരു സഖാവാണ്. വീണ്ടും മുഖ്യമന്ത്രിയാവും. വീണ്ടും മുഖ്യമന്ത്രിയാവും. സംശയം വലിയ ആത്മവിശ്വാസം. നല്ല ആത്മവിശ്വാസമുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ വീട്ടമ്മമാരൊക്കെ തന്നെ വിജിനെ സ്വീകരിക്കാൻ എത്തിയിട്ടുള്ളത്. അവരൊക്കെ പറയുന്നത് 100% വിജിന്റെ വിജിൻ എന്ന സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാണ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഉള്ളത് എന്നാണ് വോട്ടർമാരും LDFന്റെ പ്രവർത്തകരും ഒക്കെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്.